എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. ജില്ലയിലെ ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്കുള്ള ഭൂമി വിതരണം തടസ്സപ്പെട്ടു. ആദിവാസി കുടുംബങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ഡെപ്യൂട്ടി കളക്ടർ നറുക്കെടുപ്പ് നിർത്തിവെച്ചതായി അറിയിച്ചത്. ഇതോടെ ആദിവാസികൾക്കായുള്ള ഭൂമി വിതരണം വൈകും. ഈ 2004 പാസ്സായിട്ട് ഇത്രയും കാലം ഇവര് വെച്ചിട്ട് ഈ നിലമ്പൂര് സമരം ചെയ്തിട്ടാണ് ഈ സ്ഥലം ഇവർ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഒറ്റ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ആദിവാസികൾക്ക് ഈ സ്ഥലം തരാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടിക്കണോ? ഒരു രാഷ്ട്രീയക്കാർ സമരം ചെയ്യണ കണ്ടിക്കണോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കണങ്ങൾ കണ്ടിക്കണോ? കണ്ടിട്ടില്ല. ആദിവാസികൾ ഇറങ്ങി സമരം ചെയ്ത് നേടിയതാണ് ഈ 50 സെന്റ് ഭൂമി. ഇതെല്ലാരോടും പറയുന്നത് അർഹതപ്പെട്ടവർക്ക് ഈ ഭൂമി കിട്ടണം. ഇങ്ങോട്ട് ഞാൻ പറയാണ്, അർഹതപ്പെട്ടവർക്ക് ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവന് അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടണം. അതിന് നമ്മളെല്ലാരും സഹകരിക്കണം. ഇവര് പറഞ്ഞു ഒറ്റ തുണ്ട് ഭൂമി ഇവര് വീണ്ടും കണ്ടെത്തിയിട്ടില്ല. ഞങ്ങൾ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഭൂമി മാത്രമാണ് ഇവരിപ്പോ പാർട്ടി അടിസ്ഥാനത്തിൽ പാർട്ടിക്കാർക്ക് മാത്രം ഇവിടെ വിതരണം ചെയ്യാൻ ഇവർ ഒരുങ്ങുന്നത്. ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന നറുക്കെടുപ്പാണ് 3:45 എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ചതായി ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചത്. അത്തിക്കൽ കൂടി ഉൾപ്പെടുത്തി നറുക്കെടുപ്പ് ആരംഭിച്ചതോടെയാണ് ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. താൻ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഹസന രീതിയിൽ ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിനായി 2 അവധി ദിവസങ്ങളിലായി ആദിവാസി നഗറുകളിൽ പ്രമോട്ടർമാർ എത്തിയാണ് നിലമ്പൂർ വ്യാപാര ഭവനിൽ ഇന്ന് നടന്ന ഭൂമിയുടെ നറുക്കെടുപ്പിലേക്ക് ക്ഷണിച്ചത്. അത്തിക്കൽ ഭാഗത്ത് സ്ഥലം വിതരണം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ആസൂത്രിതമായിട്ടാണ് അത്തിക്കൽ ഭാഗം നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തി ഭൂമി വിതരണ നടപടി അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ബിന്ദു വൈലാശ്ശേരി ആരോപിക്കുന്നു. നമ്മളിപ്പോ ഈ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ ഭൂമി വിതരണം ചെയ്യാൻ തന്നെ അവർ തയ്യാറായിട്ടുള്ളത്. അത് ആ സമയത്ത് നമ്മൾ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോ അത് ആ രീതിക്ക് ഇവര് ഭൂമി കൊടുക്കാതെ ഞങ്ങളിപ്പോ ഹൈക്കോടതിനെ സമീപിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോ ഹൈക്കോടതി ഇവരോടൊരു ഇത് ചോദിച്ചു, റിപ്പോർട്ട് ചോദിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടിപിടി എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പൊ ഈ ഭൂമി വിതരണം നടക്കുന്നുണ്ടായിട്ടുള്ളത്. അതായത് ഇന്നലെ ഞായറാഴ്ച അവധിയാണ്. മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് സർവ്വ കോളനി കൂടെ ഈ പ്രൊമോട്ടർമാര് ഇന്നലെ മിനിഞ്ഞാന്ന് ഈ അവധി ദിവസമാണ് സർവ്വ കോളനി കൂടെയും പ്രൊമോട്ടർമാര് കൊണ്ടുവന്നുകൊണ്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് ശരിക്കും ആൾക്കാരെ പേരും ശാലം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് നറുക്കെടുത്ത ഒരു ഉച്ച വരെ നമ്മൾ പറഞ്ഞ രീതിക്ക് ഇവർ നറുക്കെടുത്തു. അതായത് ഇവര് ഓർഡറിൽ വിട്ടമാരിക്ക് കൊടിയേരി, നെല്ലിപ്പൊയില്, കണ്ണംകുണ്ട് നറുക്കുന്നതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലേന്നു ഇട്ടു. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോ ഈ ഭൂമി ഇല്ലാത്തൊരു സ്ഥലം, ഭൂമി ഇല്ല എന്നാണ് അപേക്ഷക്കാരോട് പറഞ്ഞിരുന്നത്. ഇവിടെ അത്തിക്കല് ഈ അത്തിക്കല് ഫ്ലോട്ടില് 65 അപേക്ഷ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളെ ഓർഡറില് ഈ അത്തിക്കലില്ല. ഇവര് ഉച്ച കഴിഞ്ഞ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോ ഇവര് ഇറ്റിങ്ങളൊക്കെ ചോറും ഒന്നും തിന്നാതെ ഒരു ഭക്ഷണമൊന്നുമില്ല. ഇത്രയും 500ഓളം ആദിവാസികൾ ഇവിടെ വന്നിട്ട് ഒരു ഭക്ഷണം പോലും ഇവർക്ക് കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. അപ്പൊ സമയം ഒരുപാടായി, നമുക്ക് 2 ആയിട്ട് നറുക്കെടുക്കാന്ന് പറഞ്ഞു. ഞങ്ങളും ആ ശരി തന്നെയാണ്, എല്ലാവരും വിശന്നിരിക്കല്ല, ഞങ്ങൾ അതിന് സഹകരിച്ചു. അപ്പൊ നോക്കുമ്പോ ഈ 65 കുടുംബങ്ങള് വേറൊരു കുടത്തില് മാത്രം ഇട്ടിട്ട് ഇവര് അത്തിക്കല് നറുക്കെടുത്തു. അത്തിക്കല് നമ്മൾ ഓർഡറിലും ഇല്ല. ഇവർ അപേക്ഷക്കാരോട് പറഞ്ഞിട്ടുള്ളത് അവിടെ ഭൂമി ഇല്ല എന്നുള്ളതാണ്, എല്ലാം കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ നോക്കുമ്പോ ഒരേ രീതിക്ക് ഇവര് എടുക്കണ ഫ്ലോട്ട് നമ്പർ നോക്കുമ്പോ എല്ലാരും ചാലിയാർ പഞ്ചായത്ത് മൊടവണ്ണ ഭാഗത്തുപെട്ട ആളുകളാണ്. അത്തിക്കല് എല്ലാവർക്കും എടുക്കണവർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മള് ഈ മൊത്തത്തിലുള്ള നറുക്കില് ഒരു 10 ആൾ എടുക്കുമ്പോൾ ഒരാൾക്കാണ് നറുക്ക് വീണത്, ബാക്കിയുള്ള ആൾക്കാർ മുഴുവനും ഇല്ലാണ്ടാണ് ആകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് വന്നപ്പോ ഞങ്ങൾ ഇതിന്റെ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണിത് സംഭവത്തിൽ ഇതാകെ ഒരു നറുക്കെടുപ്പ് ശരിയില്ലാത്ത രീതിക്കാണ്, ഇതിൽ അഴിമതി
ആയിട്ടാണ് ഈ നറുക്കെടുപ്പ് നടക്കുന്നത്. നറുക്കെടുപ്പിന് തെരഞ്ഞെടുത്ത 417 ഗുണഭോക്താക്കളിൽ നെല്ലിപ്പൊയിൽ കോടിയേരി ബീറ്റിലെ 330 ഗുണഭോക്താക്കളിൽ 203 പേരുടെയും കണ്ണംകുണ്ടിൽ 22 അപേക്ഷകരിൽ 12 പേരുടെയും നറുക്കെടുപ്പ് നടന്നിരുന്നു. 202 പേരുടെ നറുക്കെടുപ്പ് കൂടി നടക്കാനിരിക്കെയാണ് പ്രതിഷേധമുണ്ടായത്. സർക്കാർ മാനദണ്ഡപ്രകാരം എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് നറുക്കെടുപ്പെന്നും നറുക്കെടുപ്പിൽ ഭൂമി ലഭിക്കാത്തവർക്ക് വനം വകുപ്പ് കൈമാറാനുള്ള 80 ഹെക്ടർ ലഭിക്കുന്ന മുറയ്ക്ക് കൈമാറുമെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചെങ്കിലും പ്രതിഷേധക്കാർ അയഞ്ഞില്ല. ഇതോടെയാണ് ഡെപ്യൂട്ടി കളക്ടർ നറുക്കെടുപ്പ് നിർത്തിവെച്ചതായി അറിയിച്ചത്. വനം വകുപ്പ് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാനായി 117 ഹെക്ടർ സ്ഥലം റവന്യൂ വകുപ്പിന് കൈമാറിയിരുന്നു. ഇതിൽ നിന്നും 71 ഹെക്ടർ സ്ഥലം 2 വർഷം മുൻപ് ഒന്നാം ഘട്ടത്തിൽ 570 കുടുംബങ്ങൾക്കായി വിതരണം ചെയ്തിരുന്നു. ബാക്കിയുള്ള 37 ഹെക്ടറാണ് രണ്ടാം ഘട്ടത്തിൽ നൽകുന്നത്. 144 കുടുംബങ്ങൾക്ക് സ്ഥലം ലഭിച്ചാലും 273ഓളം ഭൂരഹിത കുടുംബങ്ങൾ ഇനിയും ഭൂമി ലഭിക്കാതെ പുറത്താകും. ഒന്നാം ഘട്ടത്തിൽ വിതരണം ചെയ്ത സ്ഥലം പോലും 2 വർഷമായിട്ട് തരംതിരിച്ച് കൊടുത്തിട്ടുമില്ല. രാവിലെ 9:30ഓടെയാണ് ആദിവാസി കുടുംബങ്ങൾ നിലമ്പൂരിലെ വ്യാപാര ഭവനിൽ കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയത്. 10 മണിക്ക് ആരംഭിച്ച രജിസ്ട്രേഷൻ ശേഷം 12 മണിക്കാണ് നറുക്കെടുപ്പ് തുടങ്ങിയത്. ഉച്ചയ്ക്ക് 3:30 ഉച്ചഭക്ഷണം പോലും അധികൃതർ നൽകാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എത്തിയ പരിപാടിയിലാണ് ഉച്ചഭക്ഷണത്തിന് സംവിധാനം ഏർപ്പെടുത്താതിരുന്നത്. നിലമ്പൂർ പൂക്കോട്ടുംപാടം CIമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. 2003 വനം വകുപ്പ് കൈമാറാൻ റവന്യൂ വകുപ്പിന് കൈമാറിയ 203 ഹെക്ടറിൽ 80 ഹെക്ടറോളം സ്ഥലം ഇനിയും റവന്യൂ വകുപ്പ് ഏറ്റെടുത്തിട്ടുമില്ല. A+ വിഷൻ, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.